ഹലോ ഹായ് നമസ്കാരം. ഞാൻ എബി ജോസഫ് ഫാബ്ടെക് മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കോട്ടയത്ത് കൂടല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ നമ്മൾ കാർ പോർച്ചൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വർക്ക് ബാൽക്കണി ഏരിയയിൽ നമ്മൾ ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കുകളുടെ ഡീറ്റെയിൽ കാര്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം മുതൽ കണ്ടോണം. ബാൽക്കണി ഏരിയയിൽ നേരത്തെ ഒരു വർക്ക് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഫുള്ളായിട്ട് ഡാമേജ് ആയിപ്പോയി. അത് നമ്മൾ മുഴുവൻ ഇളക്കി പൊളിച്ച് കളഞ്ഞു. അത് പോളികാർബണേറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കാം, ഒരു 10 വർഷം മുമ്പൊക്കെ നമുക്ക് മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ള മൾട്ടിവള എന്ന് പറയുന്ന ഒരു തരം പോളികാർബണിൻ്റെ ഷീറ്റ് അത് ഉപയോഗിച്ച് അവർ അന്ന് കാലഘട്ടത്തിൽ ചെയ്തിരുന്നു. ഇപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് 8, 9, 10 വർഷത്തോളമായി. അത് ഫുള്ളായിട്ട് ഡാമേജ് ആയി. അത് പോയി. ഞങ്ങളത് ഫുള്ള് റിമൂവ് ചെയ്തു. ഇനി അവർക്ക് പോളികാർബണേറ്റിലേക്ക് പോകാനായിട്ട് താല്പര്യമില്ല. അപ്പോൾ അതിന് പകരം അടുത്ത എന്താണ് എന്ന് ഒരു ഓപ്ഷൻ ചോദിച്ചപ്പോൾ ഞാൻ ലൈനർ ഷീറ്റിൻ്റെ ഒരു ഓപ്ഷൻ പറഞ്ഞു കൊടുത്തു. തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെട്ടു. അത് ചെയ്യുകയാണ്. ചെയ്ത് കഴിഞ്ഞ അവസാനം ഒരു സീലിങ്ങിൻ്റെ വർക്കും കൂടെ ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ഒരുപക്ഷെ സീലിങ്ങിൻ്റെ കാര്യം ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊരു തീരുമാനത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ, ഏത് പാറ്റേൺ വേണം, ഏത് മോഡൽ വേണം എന്നുള്ള കാര്യം. എന്തായാലും നിങ്ങൾ വീഡിയോ ഇവിടുന്ന് ഇങ്ങനെ കണ്ടു തുടങ്ങി അവസാനമാകുമ്പോഴത്തേക്കിന് സീലിങ്ങിൻ്റെ വർക്കും ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് പോകെ ഇടയ്ക്ക് ഒരുപക്ഷെ ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് വീഡിയോ മിസ് ചെയ്യാതെ മുഴുവൻ കണ്ടുകൊള്ളുക. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ കോൾ ചെയ്തോ എന്നോട് ചോദിക്കുക. നമ്മുടെ ബാൽക്കണിയുടെ പരിപാടിയെല്ലാം ഏകദേശം എല്ലാം കഴിഞ്ഞു. ബാൽക്കണി ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞു. നമ്മൾ ഈ പറഞ്ഞ ലൈനറിൻ്റെ ഷീറ്റായിട്ടിരിക്കുന്നത്. ലൈനർ ഷീറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാറിയാം, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലും നമ്മളിവിടെ ഒരു സീലിങ്ങിൻ്റെ സെക്ഷൻ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. സീലിങ് ഇവിടെ വരുന്ന സീലിംഗ് താഴെ നോക്കുമ്പോൾ ഒരു വുഡ് ഫിനിഷിങ് ആ ഒരു ഫീൽ കിട്ടാനായിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വോക്സ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ വെച്ചുള്ള സീലിംഗാണ് ഇവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ട്രാക്കെല്ലാം സീലിംഗുകാർ വന്ന് ട്രാക്കെല്ലാം അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉടനെ തന്നെ ഇതിൻ്റെ സീലിങ്ങിൻ്റെ വർക്ക് കൂടെ ചെയ്ത് കാണും. എന്നിട്ട് കുറച്ച് 2-3 ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇത് മൊത്തം ഫിനിഷ് ആയി കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം.
അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരു ബാൽക്കണി ഏരിയയുടെ കുറച്ച് വർക്കുകളൊക്കെ ഞങ്ങൾ ചെയ്തായിരുന്നു. നിങ്ങളിപ്പം ഈ വീഡിയോയുടെ തുടക്കം മുതൽ നിങ്ങൾ കണ്ട അതേ സംഭവം തന്നെ. പോളികാർബണിൻ്റെ ഒരു 10 വർഷം മുമ്പ് ചെയ്ത പോളികാർബണിൻ്റെ ഷീറ്റായിരുന്നു. മുഴുവൻ ഹണിക്കോമ്പ് പോലെയൊക്കെ പൊട്ടി പറഞ്ഞ് നാശമായിപ്പോയി. അത് ഞങ്ങളത് മാറി. അതിനുശേഷം എന്തായി, ലൈനർ ഷീറ്റ് ഇട്ടു. ലൈനർ ഷീറ്റെല്ലാം ഇട്ട് സ്ട്രക്ചർ വർക്ക് ചെയ്ത് ലൈനർ ഷീറ്റ് ഇട്ടു. അത് ഏകദേശം 16 നീളം 16 വീതി 16 ആ ഒരു നീളം വീതി സൈസിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതിന് ശേഷമാണ് അതിന് താഴെ ഒരു പാനലിങ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പാനലിങ്, ആ പാനലിങ് എന്ന് പറയുന്നത് വോക്സ് പാനലിംഗ് ആണ്. വോക്സ് എന്ന് പറഞ്ഞ ഒരു പാനലിംഗ് സെക്ഷനാണ്. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. വോക്സ് ഇപ്പോൾ ഒരു ടീക്ക് വുഡ് രീതിയിൽ അത് പ്രത്യേകം ലോക്കൊക്കെ ചെയ്തിട്ട് ചെയ്യുന്ന സംഭവമാണ്. ഇച്ചിരി ക്വാളിറ്റി കൂടിയതും പിന്നെ പ്രൈസ് റേറ്റിംഗ് ഇച്ചിരി കൂടിയതുമായിട്ടുള്ളൊരു സംഭവമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. സീലിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ബാൽക്കണി ഏരിയ ഇൻറ്റീരിയറിലും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ആ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് മൊത്തത്തിൽ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഒരു ഫർണിഷ് ചെയ്ത ഒരു വീടിൻ്റെ ഒരു ബെഡ്റൂമിൻ്റെ ഒക്കെ ആ ഒരു രീതിയിൽ തന്നെ ബാൽക്കണിയൊക്കെ അങ്ങനെ തന്നെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാണ് വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുള്ള അടിപൊളി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ നമ്മുടെ നമ്പറുണ്ട്, വിളിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും